പിശാചിന് ഭയമുണ്ടോ? മന്ത്രവാദത്തെയും ആഭിചാരത്തെയും ഭയപ്പെടുന്നുണ്ടോ? പിശാചിന് മനുഷ്യന്റെ മേൽ അധികാരമുണ്ടോ? പിശാചിന് മനുഷ്യവർഗത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു. ദൈവം മനുഷ്യന് നൽകിയിരുന്ന തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പിശാചിന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് മൂലം നിയമപരമായി മനുഷ്യന്റെ മേൽ പിശാചിന് ഒരു അധികാരമുണ്ടായിരുന്നു. എന്നാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കാലത്തിന്റെ തികവിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് മനുഷ്യവർഗത്തിന്റെ മുഴുവനും പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ച് ആ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവാം ദൈവം യേശുവിനെ മനുഷ്യവർഗത്തിന്റെ പാപം ആക്കി വെച്ചു. 2 കൊരിന്ത്യർ 5:21 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. ആ പാപത്തെ ദൈവം ശിക്ഷിച്ചു. പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ പിതാവാൻ ദൈവം നിവർത്തീകരിച്ചു. അങ്ങനെ പാപം മൂലം അഥവാ അനുസരണക്കേട് മൂലം മനുഷ്യവർഗത്തിന്മേലുണ്ടായിരുന്ന പിശാചിനുണ്ടായിരുന്ന നിയമപരമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും പിതാവാം ദൈവം ക്രൂശിൽ ക്യാൻസൽ ചെയ്തുവെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സകല അധികാരങ്ങളെയും വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്നാണ് വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. യേശുവിന്റെ മരണത്താൽ എൻ്റെ പാപത്തിനും എൻ്റെ ശാപത്തിനും സമ്പൂർണമായ പരിഹാരം വന്നിരിക്കുന്നുവെന്ന് ആര് വ്യക്തിപരമായി വിശ്വസിക്കുന്നുവോ അവനിൽ പിശാചിന് ഒരധികാരവുമില്ല, ഒരു അവകാശവുമില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, യാതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. യേശു കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മോടുള്ള വാഗ്ദത്തമാണ്, യാതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുകയാണ്. യാതൊന്നും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല എന്ന യേശു കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കുക. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടവരും. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടവരും. യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്നും എല്ലാ ഭയങ്ങളും, എല്ലാ ശാപത്തെക്കുറിച്ചുള്ള, പിശാചിനെക്കുറിച്ചുള്ള, മന്ത്രവാദത്തെക്കുറിച്ചുള്ള, ആഭിചാരത്തെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും, ശാപങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി സമാധാനമുള്ള വ്യക്തിയാക്കി നിങ്ങളെ തീർക്കുവാനായിട്ട് ഇടവരും.